രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ട് ലാലട്ടൻ പറഞ്ഞില്ല? വളരെ മോശമായി. കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നല്ല. ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നലെ ലാലട്ടൻ വന്നു, ഓരോരുത്തരോടും പല കാര്യങ്ങളും ചോദിച്ചു. നിസാര കാര്യത്തിന് വരെ അനുമോളെ ചീത്ത പറയും, വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന ലാലേട്ടൻ ഈ രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ട് വിഴുങ്ങിപ്പോയി? ഒന്നാമത്, നെവിൻ അവിടെ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. അവിടെ ഫുഡിൻ്റെ ഇഷ്യൂ ഭയങ്കര ഓവറായിട്ട് ചില സമയങ്ങളിൽ പെരുമാറുന്നു. ഇതൊന്നും ലാലേട്ടൻ ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ലാലേട്ടൻ ഇത് ചോദിച്ചില്ല? കഴിഞ്ഞ ഈ തവണത്തെ എപ്പിസോഡ് ആവറേജ് എപ്പിസോഡെന്ന് ഞാൻ പറയുന്നുള്ളൂ. ബിഗ് ബോസിന്റെ വായി പഴമായിരുന്നു. ഈ ഒരു കാര്യം ലാലേട്ടനോട് പറഞ്ഞു വിടാത്ത. ലാലേട്ടൻ എന്ന വ്യക്തിക്ക് ആങ്കർ റോള് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വല്ലപ്പോഴൊക്കെ ഉള്ളൂ വീഡിയോ ഒക്കെ കാണുള്ളൂ. അല്ലാതെ പുള്ളി ഈ 24 hours ഇതൊന്നും കാണുന്നില്ല. പുള്ളിയുടെ ബിഗ് ബോസ് പറയുന്ന അനുസരിച്ച് പുള്ളി ഒരു ചലിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബിഗ് ബോസിന് അത് ലാലേട്ടനോട് പറഞ്ഞു വിടായിരുന്നു. നെവിൻ അവിടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു ഫേക്ക് പേഴ്സണാണ്. എന്നിരുന്നാലും നെവിനെ എന്തുകൊണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യിപ്പിക്കില്ല? മാത്രമല്ല, അതവിടെ നിൽക്കട്ടെ, അനീഷ് എത്ര പ്രാവശ്യം ജയിലിൽ പോയി? ഈ ഒരു കാര്യം എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല? നിസാര കാര്യത്തിന് നിസാര കാര്യം പറഞ്ഞു അനുമോളെ പല പ്രാവശ്യം ലാലേട്ടൻ ചീത്ത പറയുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും സംസാരിച്ചു വിടുമ്പോൾ ഈ ഒരു കാര്യങ്ങളും ചോദിക്കണം. ഈ ജയിലിൽ നോമിനേഷൻ അത് ആദിലയോടൊക്കെ 1-2 പ്രാവശ്യം ചോദിച്ചു. ഇങ്ങനെ ജയിലിൽ നോമിനേഷൻ ചെയ്ത് അനീഷിനെ വിട്ട് അങ്ങനെയല്ല ചോദിക്കേണ്ടത്. നല്ല രീതിയിൽ ചോദ്യം ചെയ്യണമായിരുന്നു. അല്ലാതെ ഒന്നും പറഞ്ഞു പോവല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവല്ല വേണ്ടത്. പിന്നെ നെവിന് ഒരു താക്കീതം കൊടുക്കാറ്. മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ ലാലേട്ടൻ പല പ്രാവശ്യം, ഇപ്പോൾ ഷാനവാസ് ആണെങ്കിലും അനീഷ് ആണെങ്കിലും അനുമോളാണെങ്കിലും ലാലേട്ടൻ പലപ്പോഴും അവരെ നന്നായിട്ട് ഷൗട്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ നെവിൻ്റെ വിഷയമാണേലും അക്ബറുടെ വിഷയമാണേലും ആരിൻ്റെ വിഷയം വന്നാലും ലാലേട്ടൻ ഈ ഒരു 3 പേരോടും ഒന്നും ചോദിക്കത്തില്ല. വളരെ മോശമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ചോദിക്കണം. അല്ലാതെ കുറച്ച് പേരെ മാത്രം തെരഞ്ഞു പിടിച്ച് അവരോട് മാത്രം അവർ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം അവരുടെ തലയിൽ വെച്ച് കൊടുക്കും, ചെയ്തതും ചെയ്യാത്തതുമായ, എന്നിട്ട് അവരോട് ദേഷ്യപ്പെടുക അല്ല വേണ്ടത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഫേവറിസം കാണിക്കാൻ. എപ്പിസോഡ് തീരാറായല്ലോ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.